എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് നിസ്കാരമാണ്. നിസ്കരിക്കൽ നിർബന്ധമാണെന്ന് എനിക്കറിയാം. 5 വഖത്ത് നിസ്കരിക്കൽ ഒരു മുസ്ലിം മനുഷ്യന് വളരെ നിർബന്ധമാണെന്ന് 10ാം ക്ലാസ് വരെ മദ്രസ പഠിച്ച് അതിനപ്പുറം ദർസ് പഠിച്ച് എനിക്കറിയാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എനിക്കിതിന് സാധിക്കുന്നില്ല. എനിക്കിത് അറിവില്ലായ്മ കൊണ്ടല്ല, എൻ്റെ ബുദ്ധിയും എൻ്റെ മനസ്സും എന്നിൽ ഉള്ളൊരു ശൈത്താനിയത്തും പടച്ചോൻ്റെ എല്ലാം കൂടി അറ്റ ടൈമിൽ ഇങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുക. അവർ തമ്മിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഏത് പോയിന്റിലാണ് എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ളത്. ചില സമയത്ത് ഇപ്പം നിസ്കരിക്കാൻ തോന്നും, എന്നിട്ട് എവിടുന്നോ അത് ബാക്കൗട്ട് ചെയ്യും. ഞാൻ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉമ്മയും വൈഫും ഒക്കെ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ വേറെ എൻ്റെ സർക്കിളിലുള്ള എൻ്റെ കസിൻസൊക്കെ ഫുൾ ടൈം നിസ്കാരം കളാവുന്നാക്കാത്ത ആളുകളാണ്. അവരുടെ കൂടെ പോകുമ്പോഴുള്ള ഒരു ഫ്ലോ, ഞാൻ ആരുടെ കൂടെയാണ് ഉള്ളത് ആ ഒരു ഫ്ലോയിലാണ് എപ്പോഴും ഉണ്ടാവില്ല. ഞാൻ ഇവിടെ വരെ എനിക്കറിയണ്ടായിരുന്നില്ല ഇത് എന്താവും എഫക്റ്റ് എന്നുള്ളത്. ജീവിതത്തിൽ ഇന്ന് വരെ നിസ്കരിക്കുമ്പോൾ ഇമാമ് എത്ര സമയം കൊണ്ടാണ് നിസ്കരിക്കുന്നത്, ആ സമയം കൊണ്ട് ഞാൻ ഒറ്റക്കാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഏറിപ്പോയ 2 മിനിറ്റ് കൊണ്ട് ഞാൻ 5 റക്അത്ത് അല്ലെങ്കിൽ തറാവിയൊക്കെ ചുരുങ്ങിയ സമയം കൊണ്ടൊക്കെ നിസ്കരിക്കാൻ എനിക്ക് പറ്റും. അത്രയും കോൺസെൻട്രേഷൻ ഇല്ലാതെ ഉസ്താദിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ കേട്ടില്ല, അല്ലെങ്കിൽ ഇവിടെ പറയണത് കേട്ട് നിൽക്കുക എന്നുള്ള സംഭവം അത് മാത്രമാണ് ഞാൻ ഇതുവരെ പ്രാക്ടീസ് ചെയ്തത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു നിസ്കാരത്തിൽ ഇമാമിൻ്റെ കൂടെ എത്താൻ കഴിയാതെ ഇമാമ് സുജൂദിൽ എത്തുമ്പോഴത്തേനും 3 ഫർദിൽ പിന്തുടരുന്നു കഴിഞ്ഞാൽ ഇമാമിൽ നിന്ന് വിട്ടു പോകുന്നുള്ള പേടി കൊണ്ട് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കേണ്ടി വന്നൊരവസ്ഥ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നത്. ഇതൊന്നും ഞാൻ ഉണ്ടാക്കി പറയുക അല്ലെങ്കിൽ മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടി പറയുന്നില്ല. നമ്മുടെ നിങ്ങൾ ഇത് അനുഭവിച്ചവർക്ക് അറിയാം, ഇവിടെയുള്ള ആളുകൾക്ക് അനുഭവിച്ചവർക്ക് അറിയാം അതിൻ്റെ ഒരു ഫീൽ. നിസ്കരിക്കുമ്പോൾ നിൽക്കൽ പഠിക്കാണ്ട് ഞാൻ ആദ്യമായിട്ടാണ് പഠിക്കുന്നത് എങ്ങനെ നിസ്കരിച്ചിൽ നിൽക്കണ്ട് എന്നുള്ളത്. വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. നിങ്ങൾ അത് അനുഭവിക്കാൻ തൗഫീഖുള്ളവർ വന്ന് അനുഭവിക്കണം. അത്രേ പറയുന്നുള്ളൂ. അസ്സലാമു അലൈക്കും.